ഇത് ഇന്നുണ്ടാക്കിയ ചാളക്കറിയല്ല കേട്ടോ, ഇത് തിങ്കളാഴ്ച ഉണ്ടാക്കിയ ചാളക്കറിയാണ്. തിങ്കളാഴ്ച ഓലക്കുടിയനാണ് കറി വെച്ചത്. പക്ഷേ ചാള കണ്ടപ്പോൾ എനിക്ക് എരിപിരി കൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നല്ല ചാളയാണെന്ന് തോന്നണം, കുറച്ചെടുത്ത് മാറ്റി വെക്ക്, നമുക്കിത് കറി വെച്ച് വെക്കണമെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ആരെങ്കിലുമൊക്കെ പുട്ടും കുട്ടിയൊക്കെ കഴിക്കാനൊക്കെ വരും, പിള്ളേർ സെറ്റൊക്കെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി അങ്ങനെ എടുത്ത് കുറച്ച് 10-20-25 കൊടുത്ത് മാറ്റിയേട്ടാ. അങ്ങനെ ഞാൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉരുവിട്ട് പിന്നെ ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുത്ത് പിന്നെ പച്ചമുളകും കണ്ടമുണ്ടും ഒക്കെ എല്ലാം ഇട്ടാ നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് എൻ്റെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടാ. അതവിടെ കിടന്ന് വരണ്ടിട്ട് അതിൻ്റെ ഇടയിൽ നമുക്കില്ലേ കുറച്ച് മസാല തയ്യാറാക്കി എടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സർ ജാറിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം വിചാരിച്ച് ചാള മുളകിട്ട് വെക്കാമല്ലോ ഒന്ന്, പിന്നെ ഞാൻ ഓർത്തേ ചാള തേങ്ങരച്ച് വെച്ച വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അതും വാളംപുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് എന്നാൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചങ്ങോട്ട് എടുത്തിട്ടാ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പില്ലേ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് തേങ്ങരച്ച കറി ഞാൻ ഇതേപോലെ താളിച്ചും വെക്കും, അല്ലെങ്കിൽ അരപ്പൊക്കെ എല്ലാം കൂടി കലക്കിയിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മീനിട്ട് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ അരപ്പൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ മിക്സിയൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കുടംപുളി ഇട്ടിട്ടല്ല വെക്കണേട്ടോ, ഞാൻ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കാൻ പോണത്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ വാളംപുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം കൂടി ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കണം, പിന്നെ വാളംപുളിയുടെ വെള്ളം ഒഴിക്കണം, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ ചാറൊക്കെ തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ഒരു തക്കാളി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്തത് നമ്മുടെ മീൻ അതൊക്കെ കൂടി അങ്ങോട്ട് പിറക്കി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയില്ലേ പുറമേ നോക്കുമ്പോൾ നല്ല സ്വഭാവം ഉള്ളിൽ കുശുമ്പത്തിരും, അതാണ് ഈ ചാളമീൻ്റെ അവസ്ഥ കേട്ടോ. കണ്ടപ്പോൾ നല്ല സുന്ദരിക്കോതനെ പോലെയൊക്കെ ഇരുന്നേച്ചി, പക്ഷെ കറി വെച്ച് വന്നപ്പോൾ എനിക്കെന്തോ ഒരു തൃപ്തിക്കുറവ്. ഞാൻ 2-3 പ്രാവശ്യം ഉപ്പും പുളിയും നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ എന്താണെന്നറിയില്ല ഒരു പിടുത്തം കിട്ടില്ല. ഉപ്പും പുളിയൊക്കെ ഉണ്ട്, പക്ഷെ ആ മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ നാളെ രാവിലെ കൊടുക്കാനല്ലേ, നാളെ രാവിലെ കൊണ്ട് സെറ്റ് ആയിക്കോളെന്നും പറഞ്ഞു ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ടാ. പിറ്റേ ദിവസം ആണെങ്കിൽ ആ തിരക്ക് സമയം വന്നു ഷാമീറാനോടാണ് പിള്ളേർ സെറ്റ് മീൻകറി ഉണ്ടാന്ന് വെച്ച്. ഷാമീറ ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടേ കൊടുത്തിട്ടാ. എനിക്ക് ഈ പാത്രത്തിൽ മീൻകറി ഇരിക്കണമെന്നിട്ട് അയ്യോ ഞാൻ അതിൻ്റെ ടേസ്റ്റ് നോക്കില്ലല്ലോ പിറ്റേ ദിവസം എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എന്താവും, പക്ഷെ പിള്ളേരൊക്കെ ഒന്നും പറഞ്ഞില്ല. 3 കൊടുത്തപ്പോൾ ഞാൻ പറയടി ഇനി ആരെങ്കിലും ചോദിച്ചാൽ മീൻകറി ഇല്ല എന്ന് പറഞ്ഞേക്ക്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു തൃപ്തിക്കുറവാണെങ്കിൽ പിന്നെ കൊടുത്തിട്ട് കാലം, വേറെ ഒന്നല്ല മീനിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഈ ഫ്രീസറിൽ വെച്ച മീനൊക്കെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക് കിട്ടണത്. അപ്പം എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങളന്ന് ഉച്ചയ്ക്ക് മീൻ ചാറ് വെച്ച സമയത്ത് കുറച്ച് അരപ്പൊക്കെ കലക്കിയിട്ട് വേറെ മീനിട്ട് ഈ മീൻ കറിയും കൂടെ അങ്ങനെ തട്ടിയിട്ടാണ് ഉച്ചയൂണിന് കൊടുത്തിട്ടാ. അപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമില്ല, മീൻകറിയൊക്കെ ഈ ഒരു രീതിയിൽ വെച്ചോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ എന്ന് വെച്ചാൽ മീൻ നല്ലതായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ അതേ പറഞ്ഞും പിടിച്ചും വന്നത് ഞാൻ എപ്പോഴും എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് എന്നാണ് പറയണത്. പക്ഷേ അത് അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ടതിന് താങ്ക് യു.